നമുക്ക് ബിസിനസ് തുടങ്ങിയാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, പിന്നെ അത് എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സസ്റ്റൈൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, അതൊക്കെ ഇവിടെ വന്നാലേ അത് പഠിക്കാൻ പറ്റും. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഡയറക്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇനി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ആയിങ്ങനെ പറയച്ചു എനിക്കങ്ങനെ കുറേ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടാകുന്ന ആൺ ടൈം അപ്പോൾ ചോദിക്കും, അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യും. ഹായ്, എൻ്റെ പേര് രാജേഷാ. ഞാൻ പറയുന്നത് പന്തളം, പത്തനംതിട്ട. പക്ഷെ ഞാൻ സ്റ്റഡീസൊക്കെ ചെന്നൈയിലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഒരു മലയാളം ഒരു തമിഴ് സ്ലാങ്ങോട് കൂടി ഉണ്ടാവും. പക്ഷെ പറയുന്നത് മനസ്സിലാവും. എനിക്ക് മലയാളത്തൊക്കെ പറഞ്ഞാലും മനസ്സിലാവും. ഞാൻ ദുബായിലാണ് വർക്കിങ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ദുബായിയുടെ മസാല പിന്നെ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഡയറക്റ്റ് വന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെങ്ങനെയോ ലക്കിലി എല്ലാം പ്രോപ്പറായിട്ട് ശരിയായി അറ്റൻഡ് ചെയ്ത് ക്ലാസ് സൂപ്പറായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോകും. ഒരു 5-6 ബിരിയാണിയൊക്കെ ട്രൈ ചെയ്ത്, മന്തി പിന്നെ മധുത്ത് ഇതൊക്കെ ട്രൈ ചെയ്ത് എല്ലാം സൂപ്പറാണ്. തലശ്ശേരി, മലബാർ, സുർബിയാൻ, ഹൈദരാബാദി, പിന്നെ ആമ്പൂർ, പിന്നെ മധുഹൂത്ത്, മന്തി. ടോട്ടൽ 5 ബിരിയാണിയും പിന്നെ 2 മന്തി ടൈപ്പും, പിന്നെ ഷവായി, അൽഫാം, മന്തി ചിക്കൻ ഇതൊക്കെ ട്രൈ ചെയ്തു. ടോട്ടൽ 7 ദിവസം, ഒരാഴ്ച. എനിക്ക് ഞാൻ വിചാരിച്ച ബിരിയാണി നമ്മൾ എല്ലാം കൂട്ടി ഉണ്ടാക്കുന്ന ബിരിയാണി കഴിച്ചുമ്പോഴത്തേക്ക് എനിക്കൊരു നെഞ്ചരിച്ചിൽ ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ ഒരു 7 ദിവസം കണ്ടിന്യൂസ് 2 നേരം ബിരിയാണിയാണ് കഴിച്ചത്. ബുഹാരിയുടെ മസാല വെച്ചുണ്ടാക്കിയ ബിരിയാണി. ഇതുവരെ എനിക്ക് വയറിനൊരു കുഴപ്പമില്ല. ഇപ്പോഴും അതാണ് കഴിച്ചിട്ട് വന്നത്. അതും കഴിച്ച് പിന്നെ സുർബിയാൻ ബിരിയാണിയും കഴിച്ച്. ഹെൽത്തിനും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മസാല ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. പക്ഷേ ഈ മസാല എല്ലാം അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു 7-8 തരം ബിരിയാണിയിലും മന്തിയിലും ട്രൈ ചെയ്തു. സമയവും ലാഭമാണ്, കോസ്റ്റ് വൈസ് ലാഭമാണ്, പിന്നെ വർക്ക് വൈസും. നിങ്ങൾ ഒരാൾ തന്നെ മാനേജ് ചെയ്താൽ മതി. നമുക്ക് ഉള്ളി കട്ട് ചെയ്യേണ്ട, മസാല ഇതും ഉണ്ടാക്കണ്ട. ജസ്റ്റ് അവരുടെ മസാല പിന്നെ 2-3 സാധനങ്ങൾ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് ബിരിയാണി അടിക്കുക. 1 മണിക്കൂറിൽ ബിരിയാണി ഇരിക്കും. അതാണ് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ തമിഴ്നാട്ടിലൊക്കെ ചെന്നിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ 4:30 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 10:30 മണിയാകുമ്പോഴത്തേക്ക് ബിരിയാണി സ്റ്റേജിൽ കയറും. ഇവിടെയാണെങ്കിൽ എന്തായാലും ഒരു 2 മണിക്കൂർ മതി ഒരു ബിരിയാണി ചെമ്പ് ഇറക്കി വെക്കാം. പെട്ടെന്ന് അടുത്ത ട്രിപ്പ് ബിരിയാണി അടിക്കാം. തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു ട്രിപ്പ് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് ട്രിപ്പ് അടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ് ഒരു 5-6 മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ബെസ്റ്റാണ്. പിന്നെ ഹെൽത്ത് വൈസും കോസ്റ്റ് വൈസും എഫക്റ്റീവ് ആണ്. കാസ്റ്റ് അതും നമ്മൾ ട്രൈ ചെയ്ത് കാസ്റ്റ് വൈസും ബെറ്റർ ആയിരുന്നു. എനിക്ക് മസാല ഡെഫിനറ്റ്ലി മസാല ആണ്. അതാണ് തലശ്ശേരിയും മലബാറും. അതിൻ്റെ മസാല അടിപൊളി. അതാണ് ഞാൻ ഇങ്ങനെ എന്നെ ഇവിടെ എത്തിച്ചത് അതാണ്. എല്ലാത്തിനും എനിക്ക് പൊളൈറ്റായിട്ടും എനിക്ക് കിട്ടിയ എല്ലാ ഡൗട്ട്സുകളും ഞാൻ ക്ലിയർ ചെയ്തു. എനിക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടാകുന്ന ആൺ ടൈം അപ്പോൾ ചോദിക്കും, അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇല്ല, ക്ലിയറാണ്. ഡെഫിനറ്റ്ലി ഇത് പഠിച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഫൈനൽ റിസൾട്ട് മണി ഓറിയൻറ്റേഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മണി വേണമെങ്കിൽ കാസ്റ്റ് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റും, സമയം എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമോ, അതിന് ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ വന്നാലേ അതൊക്കെ പഠിപ്പിക്കുള്ളൂ. പക്ഷേ പറയുന്നത് കാസ്റ്റാണ്. എൻ്റെ ഇത് കാസ്റ്റും ടൈം ഇത് രണ്ടും മസ്റ്റാണ്. അപ്പോൾ അത് മൊത്തം ഇവിടെ ലാഭിക്കാൻ പറ്റും നമുക്ക്. എൻ്റെ എയിം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ ബിരിയാണിയിൽ വെറൈറ്റി ഓഫ് ബിരിയാണി സെയിൽ ചെയ്യണം. അതാണ് എൻ്റെ മോട്ടീവ്, എൻ്റെ ഇൻട്രസ്റ്റ് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അത് കറക്റ്റ് എനിക്ക് യൂട്യൂബിൽ ഒരാൾ കിട്ടുകയും ചെയ്ത്, അതുകൊണ്ട് ഇവിടെ ചെഫ് കാണാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടി ഇവിടെ എത്തി. ഞാൻ തമിഴ്നാട്ടൊക്കെ പോയിട്ട് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷെ അതിന് പ്രോസസ്സിങ് ടൈം കൂടുതലാണ്. ഞാൻ നാഗൂരിൽ DK ഫുഡ് ജംഗ്ഷനാണ്. അവരും സൂപ്പറാണ് ബിരിയാണിയുടെ. എനിക്ക് തമിഴ്നാട് ബിരിയാണി ഇഷ്ടം. അപ്പോൾ അവരുണ്ടാക്കുന്ന ബിരിയാണി സൂപ്പറാണ്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സമയം നല്ല കൂടുതൽ സമയം എടുക്കും. 1 ടൈപ്പ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അവിടെ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ, ചെന്നൈ ആമ്പൂർ ടൈപ്പാണ് ബിരിയാണി. ഇവിടെ നമുക്കൊരു 5-6 ടൈപ്പ് കേരള ബിരിയാണിയും പിന്നെ ആമ്പൂറും പിന്നെ സുർബിയാനും മന്തി ഇതൊക്കെ പഠിക്കാം. ഒരാഴ്ച തന്നെ. നാളെ ഒരാഴ്ച ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. നമുക്ക് ഒരു ബിരിയാണി അടിക്ക് വെക്കാൻ മതി. ഷോപ്പിൽ വന്നിട്ട് ഏതെങ്കിലും നമുക്ക് ലെങ്ത് ആയിട്ടുള്ള അരി ഏത് കിട്ടിയാലും കയ്യിലെടുക്കും. അതാണ് ബാസ്മതി റൈസ് വെച്ച്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് അത് ക്ലാരിറ്റി ആയത്. ഏത് അരികൾ, മന്തിക്ക് ഏത് അരി എടുക്കണം, മധൂർക്ക് ഏത് അരി എടുക്കണം, പിന്നെ ബിരിയാണിക്ക് ഏത് അരി എടുക്കണം, അതിൽ പിന്നെ ബിരിയാണി തന്നെ 2-3 ടൈപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ ഏതൊക്കെ അരി എടുക്കുന്നത് ഇവിടെ വന്നിട്ടാണ് അത് പഠിച്ചത്. പിന്നെ കൈമ, കോളം ഇതൊക്കെ കുറേ ഡിഫറൻസിയേഷൻ എനിക്ക് ഇവിടെ കിട്ടിയത്. കുറേ ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എല്ലാവരും ഇവിടെ വന്നിട്ട് പക്ഷേ അത് പഠിക്കണം. അപ്പോഴേ ഡയറക്റ്റായിട്ട് ഒരാളുടെ അടുത്ത് മെൻറ്ററിനകത്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് അതൊരു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഡയറക്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇനിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇങ്ങനെ പറയാച്ച് എനിക്കങ്ങനെ കുറേ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഉപദേശം തരാൻ വേണ്ടി വലിയ ആൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് പഠിക്കണം.
ഷെഫിനകത്തുള്ള അഡ്വൈസും മെൻറ്റർഷിപ്പും മസ്റ്റായിട്ട് വേണം. അപ്പോഴേ നമുക്ക് ബിസിനസ് തുടങ്ങിയാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, പിന്നെ അത് എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സസ്റ്റൈനായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അതൊക്കെ ഇവിടെ വന്നാലേ അത് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു ബൂം ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ഒരു ടച്ച് ഉണ്ടാവും. അതില്ലാതെ ഇങ്ങനെ ഒരു സസ്റ്റൈനായിട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ട് മെൻറ്റർഷിപ്പ് വേണം, ഇല്ലെങ്കിൽ നടക്കത്തില്ല. അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി. എനിക്ക് അതിൻ്റെ ഒരു കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അഡ്വൈസും പിന്നെ ബിരിയാണി ട്രെയിനിങ്ങും ഐഡിയാസും പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയാസും എന്തൊക്കെ റെസ്റ്റോറൻറ്റിനകത്ത് ഉണ്ടാവും അതെല്ലാം ഞാൻ കണ്ടു. അതിൻ്റെ ഒരു ഐഡിയ A to Z.